ജിവിന് ജോലെ കൃതി എല്ലാവരും വാ. ചേച്ചി ചേട്ടാ വാ. ആ മോളെ വാട്ടോ. നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഇതന്നെ താമസിച്ചേ. നിങ്ങളിരിക്കേ, ഞാനിപ്പോൾ വരാട്ടോ. ആ അളിയ വന്നാ ദൂരം നേരെ വന്ന് ഞാൻ ഈ കാത്തിരിക്കുന്നേ. കുറെ നേരമായല്ലോ. നിന്നാ നേരത്തെ വരാൻ ചെന്നെ. അവള് പറഞ്ഞില്ലേ നേരത്തെ വരാനൊന്നും. ഇനി അവള് പറഞ്ഞില്ലേ തന്നെ നിങ്ങൾ ഇങ്ങനെ താമസിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് നേരത്തെ വന്നൂടെ? അവൾ അങ്ങനത്തെ ഒരു കിഴങ്ങ. അവള് വേണേൽ പകുതി കാര്യം പറയത്തും കൂടി ഇല്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വന്തം വീടല്ലേ, ഇങ്ങനെ താമസിക്കുവാണോ? ജോയന്റെ ജീവനെ കണ്ടില്ല എന്ന് വിചാരിക്കരുത്, കണ്ടു. പിന്നെ എന്നാ പിന്നെ നിങ്ങൾ ഒന്ന് നിൽക്കി, ഞാൻ അളിയനൊന്ന് പോയിട്ടേ വരാം. ഞാൻ തിരിച്ചു വരുന്നുണ്ട് ജോയല്ലേ, എനിക്ക് വെറുതെ ചോദിക്കാറുണ്ട്. അമ്മായി ജിവിനേട്ടാ, പിന്നെ നിങ്ങൾ എന്നാ പിന്നെ നടന്നു എല്ലാവരും നടന്നോ? ഞാൻ പ്രസിഡേട്ടൻ വിളിക്കുന്നുണ്ട്, ഞാൻ സംസാരിച്ചിട്ട് വരാം. ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം, നിങ്ങൾ നടന്നോ? അങ്ങോട്ടൊന്നും പോണ്ട, ഇതാ ഇവിടെ ഞാൻ ദൂരോട്ടൊന്നും പോയേക്കില്ല. ആ എന്നാ ശരി. എടാ ഇവിടെ നിങ്ങളിവിടെ അകത്തുണ്ടാവും, പെട്ടെന്ന് അങ്ങോട്ട് വരണം. ഒരുപാട് നേരം വർത്താനൊന്നും പറയണ്ട, വീട്ടിൽ പോയിട്ട് സംസാരിക്കും കേട്ടല്ലോ. ഇതാരിത്? കൊറേ ആയല്ലോ കണ്ടിട്ട്. മാഷിമാരൊക്കെ ജീവനോട് ഉണ്ടായിരുന്നുല്ലേ? ലാസ്റ്റ് ഞാൻ ജുബിനേട്ടൻ്റെ കല്യാണത്തിനെയാണ് എല്ലാത്തിനെയും ഒന്ന് കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കണ്ടോ പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളാരും മൈൻഡൊന്നും ആക്കുന്നില്ല, ഞങ്ങളൊക്കെ ചെറിയ പിള്ളേരാണല്ലോ. നിങ്ങളൊക്കെ മൂത്ത് നയിച്ച് വലിയ ആൾക്കാരായി പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. എടേ കുട്ടിപ്പൊട്ടാസുകൾ ഇങ്ങോട്ട് വരൂ, ഇത് നോക്കൂ, ഇതാരും വന്നിരിക്കുന്നത് നോക്കൂ ഗൈസ്. അവർ മൂത്ത 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 ചേട്ടന്മാർ. मेरी से आ जाओ ना तो सही ऐसी मन की सच्ची तुम हो सितारों की तरह हुई गलती सॉरी हमने गाया तुम. മതിയടി ഒന്ന് നിർത്ത്, അവന്മാരെ അങ്ങ് ഇല്ലണ്ടാക്കല്ലോ നീ. അല്ല എവിടെ നമ്മുടെ ക്രിമിമോൾ? അവിടെ മാഡം ജി അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക്. ഓക്കെ ഓക്കെ കയറി വരൂ, ആക്കത്തിനായാലും. ചേച്ചി മൈൻഡാക്കിയതൊന്നും വിചാരിക്കാതെ കേട്ടോ, പരിചയപ്പെടാൻ വരുന്നുണ്ട്. ഞാനിന്ന് ക്രിമീനെ പൊക്കിട്ട് വരട്ടെ. ആ ക്രിമീനെ പോക്കാൻ അങ്ങൊന്നും പോണ്ട, ഇതാ അവളാ വെളിയിലുണ്ട്. എന്തായാലും നീ കൂട്ടിയിട്ട് പോര്. അവളെന്തോ ഫോൺ വിളിക്കുമെന്ന് പറഞ്ഞു. അവളെ അവിടെ ഇനി ഒറ്റയ്ക്ക് നിർത്തുമെന്നില്ല. ഓക്കെ ബോസ്. ബോസ് അവിടെ ഒന്നും കൃതിയില്ല, കൃതിന്റെ പോടെയില്ല. അവളെ എവിടെയോ പോയി. പോയിന്നോ? എവിടെ പോയി? എടി അവൾ അവിടെ തന്നെ നിൽപ്പുണ്ടാവും. നീ മര്യാദയ്ക്ക് നോക്കാത്തതുകൊണ്ടായിരിക്കും കാണാത്തെ, അല്ലാതെ അവൾ എവിടെ പോകാനാ? അല്ലെങ്കിൽ അവൾക്ക് ഇവിടെ അങ്ങനെ സ്ഥലമൊന്നും അറിയില്ലല്ലോ, പിന്നെ ഞങ്ങൾ പോവാം. നീ ശരിക്കും അവളെ കണ്ടോ? ഇല്ലല്ലോ. കാണാതെ വെറുതെ പോയിന്നൊന്നും പറയാൻ നിൽക്കരുത്. എടാ ജോലി, നീ വെറുതെ കൊച്ചുകൊണ്ട് വഴക്കിക്കൊണ്ടിരിക്കാതെ ഫോണെടുത്തൊന്ന് വിളിച്ചു നോക്കണം. ഞാൻ വിളിച്ചു നോക്കട്ടെ. വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇവിടെ പോയി കിടക്കണോ എന്തോ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനവളെ പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കും, ഞാൻ അവളെ ഇങ്ങോട്ട് വരാം. വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല, എവിടെ പോയി കിടക്കണോ എന്തോ. അല്ലെങ്കിൽ എപ്പോഴും ഉള്ളത് ഇവർക്ക് ഈ പരിപാടി, എവിടെയെങ്കിലുമൊക്കെ പോയി അവൻ കിടന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അവനെ അങ്ങോട്ട് വിളിച്ചില്ല, എന്നെ അങ്ങ് ചത്തു പോകായിരുന്നല്ലോ. അതെങ്ങനെ 24 മണിക്കൂർ അവനെ വിളിച്ചില്ലെങ്കിൽ അവർക്ക് സമാധാനമില്ല. അങ്ങനെയല്ല കിടക്കുന്നത്. വാക്കുകൾ അവനെ തീതിരിക്കാന്ന് പറഞ്ഞാൽ അവൾക്കെന്തോ ഭയങ്കര വലിയ കാര്യമാണല്ലോ. അല്ലെങ്കിൽ വാക്കുകളെ കൂടെ കിടന്ന് അനുഭവിക്കുന്നതിനൊന്നും അവൾക്കൊന്നുമില്ല. ഏരോടൊക്കെ പോയാൽ പുറകെ പോകുന്ന വിചാരം. ഏതവൻ്റെ കൂടാണോ ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്? വരട്ടെ. ഞാൻ വന്ന് നിൽക്കാം. കൃതി അതാ ജോയല്. എന്താ പറഞ്ഞേ? ജോലോ എടാ, നീ വന്ന് നല്ല സമയത്ത് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചുള്ള ഒരു പിക്ക് എടുത്തോടെ പ്ലീസ്. ഇപ്പോൾ അല്ല, ഇപ്പോൾ പിക്ക് എടുക്കുന്ന സമയമില്ലല്ലോ. അതിന് നിന്നെ എല്ലാവരോടെ തിരക്കിക്കൊണ്ടിരിക്കാം. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് നോക്കാം, പിന്നെ ഒരു ദിവസം എടുക്കാം അല്ലേ? അതായിരിക്കും നല്ല. ശരിയല്ല നല്ല. എന്നാൽ ശരി പ്രജ, നമ്മൾ പോവാം. വാ കൃതി, നമുക്ക് പോവാം. നമുക്ക് പിന്നെ ഒരു ദിവസം എടുക്കാൻ വേണ്ടി വാ. എൻ്റെ പൊന്നു കൃതി, നീ ഇതെവിടെ ആയിരുന്നു? നിങ്ങളെല്ലാം നീ പീഡിപ്പിച്ചു കളഞ്ഞല്ലോ. ഇവ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കുറേ നേരമായി ഇവൻ പോയിട്ട്. നിന്നെ കണ്ടോ ഇല്ലയോ ഒന്നും മനസ്സിലാവുന്നില്ല. നീ എവിടെ പോയപ്പോയിരുന്നത്? ജോലി പോയിട്ട് കുറേ നേരമായി. ഇനി ഞാനും കൂടെ ഒന്ന് പോയി നോക്കട്ടെ. നീ ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് കുറേ നേരമായി ഇവിടുന്ന് ജുബിനെ പോകാൻ വേണ്ടി കളിക്കുന്നു.
ഇത് എവിടെ പോയി കയറുന്നു വെറുതെ നീ? ഇവിടെ വന്ന് എല്ലാവരും തന്നെ തിരക്കുമല്ല, അതിൻ്റെ ഇടയ്ക്കാണോ നീ ഇങ്ങനെ പോകുന്നത്? അവരോട് ഇച്ചിട്ട് കഴിഞ്ഞ് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ പറയാമോ? ശരിക്കും അവിടെ നിന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ പ്രസിഡന്റിനെ വിളിക്കാൻ നിൽക്കായിരുന്നല്ലോ, ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇത് പെട്ടെന്ന് ബേക്കിന് ആരോ തോന്നുന്നു. ഞാൻ തേഞ്ഞു നോക്കി, ദാ നിൽക്കുന്നു പ്രസിഡന്റ്. ഞാനെങ്കിൽ ഞെട്ടിപ്പോയില്ലേ. ഞാൻ അന്ന് വിട്ട് കുന്തം വരെ കുറച്ച് നേരം അങ്ങനെയും നിന്നു. അപ്പോൾ പ്രസിഡന്റ് പിന്നെ എന്നോട് സംസാരിച്ചു, ഞാൻ പ്രസിഡന്റിനോട് സംസാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ച സമയം പോയി. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പ്രസിഡന്റ് ചോദിച്ചാൽ നമുക്ക് അതിൽ വെള്ളം കുടിച്ചാലോ. അങ്ങനെ അവിടെ അടുത്ത് കണ്ടൊരു കടയിൽ കയറി ഇച്ചിരി ചായ കുടിച്ചു. വേറെ ഒന്നും കഴിച്ചൊന്നുമില്ല, ചായ മാത്രം കുടിച്ചിട്ട് വന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഫോണൊക്കെ സൈലൻ്റ് ആക്കിയായിരുന്നു. പിന്നെ ഇവിടെ റേഞ്ച് കിട്ടില്ല. നിങ്ങൾ വിളിച്ച് പറയാമെന്ന് വെച്ചാൽ റേഞ്ച് ഇല്ല. പിന്നെ എങ്ങനെയാണെന്ന് പറയാം, അതാ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടാമായിരുന്നു. പിന്നെ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ അങ്ങ് ദൂരോട്ട് പോയില്ല. പിന്നെ കൂടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ. അമ്മയച്ചു നീ കാര്യം അറിഞ്ഞിട്ടില്ല, നീ അവരോടൊന്നും പറയാൻ പാടില്ല. ആ എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങ് എത്തിയല്ലോ. ഒരു കാര്യം ചെയ്യും, ഇനി അങ്ങോട്ടൊന്നും പോകാൻ വേണ്ട, ഇവിടെ തന്നെ മര്യാദ കളയുന്നത് തോന്നുന്നു. നീ വാ, എല്ലാവരും അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, അവിടെ പാട്ടേക്ക് തുടങ്ങും തോന്നുന്നു. പ്രതി, എൻ്റെ കവളി എന്തൊരുപാട് എന്നെ പറ്റിയത്? എന്നെ എവിടെയാണ് തട്ടുവെങ്കിലും ചെയ്തോ? ഇതിവിടെ ചുമന്ന് കിടക്കുന്നത് തോന്നുന്നു. ഓഹോ അതോ, അത് എൻ്റെ മുഖത്തൊരു കൊതു വരുന്നു. അപ്പം ഞാൻ പെട്ടെന്നേ കൊതുകിനെ കണ്ട ആവേശത്തിൽ ഒരൊറ്റടി വെച്ച് കൊടുത്തു. ഞാൻ മറന്നുപോയി എൻ്റെ മുഖം തന്നെയാണല്ലോ എന്ന്. അത് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പാട്ടാണെന്ന് തോന്നുന്നു. നല്ലോണം കാണുന്നുണ്ടല്ലേ? പ്രതി, നീ ഒന്ന് എൻ്റെ കൂടെ വന്നേ.